420ഓളം കൊല്ലം മുമ്പ് റെക്കോർഡിംഗ്. ഹരേ കൃഷ്ണ. 420ഓളം കൊല്ലം മുമ്പ് ജനിച്ച് 27-ാം വയസ്സിൽ നാരായണീയ സ്തോത്രം നിർമ്മിച്ച് വാതരോഗത്തിൽ നിന്നിട്ടും വിമുക്തി നേടി നാരായണ ഭട്ടതിരിപ്പാട് 86 വയസ്സ് വരെ ജീവിച്ചു. ആയുരാരോഗ്യ സൗഖ്യവാനാണ് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് അച്ഛനിൽ നിന്നും ജ്യേഷ്ഠനിൽ നിന്നും വിദ്യാഭ്യാസം പൂർത്തിയാക്കി. പിന്നീട് അദ്ദേഹം അച്യുത പിഷാരടിയെ ഗുരുവായി സ്വീകരിച്ച് അദ്ദേഹത്തിന്റെ അടുക്കൽ വ്യാകരണം പഠിച്ചു. പിഷാരിയുടെ മരുമകളെ എന്ന് പറഞ്ഞ പെങ്ങടെ മകളെ വിവാഹം ചെയ്തു. പരമഗുരുവിന് വാതരോഗം വന്നപ്പോൾ അത് ഒഴിഞ്ഞു വാങ്ങി വാതരോഗിയായി. ഗുരുവായൂരിൽ 100 ദിവസം ഭജനമിരുന്ന് നാരായണീയ സ്തോത്രം ഉണ്ടാക്കി സേവിച്ച് ആരോഗ്യം വീണ്ടെടുത്തു. പൂന്താനത്തിന്റെ ജ്ഞാനപ്പാന പരിശോധിച്ചു കൊടുത്ത് ആ ഭക്തോത്തമന്റെ പ്രീതിയും നേടി. നാരായണീയ രചന അവസാനിച്ചത് കൊല്ലവർഷം 768 വൃശ്ചികം 28-ാം തീയതിയാണ്. എല്ലാ വർഷവും വൃശ്ചിക 28 നാരായണീ ദിനമായിട്ട് നമ്മളെല്ലാവരും ആചരിച്ചു വരുന്നു. നാരായണീയത്തിന്റെ പ്രത്യേകത എന്തെന്നാൽ 18,000 ശ്ലോകമുള്ള ഭാഗവതം, 24,000 ശ്ലോകമുള്ള രാമായണം, ഭഗവത്ഗീത എല്ലാ ഇതിൽ അടങ്ങിയിരിക്കുന്നു. നാരായണിമാകുന്ന നമ്മുടെ ബാഷ്പാഞ്ജലി ശ്രീ ഭഗവാന്റെ മുന്നിൽ സമർപ്പിച്ചിട്ട് നമുക്ക് തുടങ്ങാം നാരായണീയം. ഹരേ കൃഷ്ണ. എല്ലാവരും കേട്ടോ? ഹരേ കൃഷ്ണ. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഹരി ബോൾ. നമുക്കങ്ങനെ അന്ന് ഞാൻ ആമുഖം എല്ലാം പറഞ്ഞു. ഇപ്പോഴും ഒരുവിധം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കാണും. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടെയാണ് നാരായണീയം എഴുതിയത്. അദ്ദേഹം 18,000 ശ്ലോകമുള്ള ഭാഗവതം 100 ദശകമായിട്ട് എഴുതി. അദ്ദേഹമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ വാതരോഗത്തിൽ നിന്നിട്ടും വിമുക്തനായി അവസാന 100ാമത്തെ ദശകത്തിൽ അവസാനം പറയുന്നുണ്ട്, ഇതെല്ലാം ആര് കേൾക്കുന്നുണ്ടോ, ആര് പറയുന്നുണ്ടോ, ആര് ഇതിനെ ഉരുവിടുന്നുണ്ടോ അവർക്കെല്ലാവർക്കും എന്ത് കിട്ടണം? ആയുരാരോഗ്യ സൗഖ്യം കിട്ടണം എന്നുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് നാരായണി അവസാനിപ്പിക്കുന്നത് തന്നെ. അതുകൊണ്ട് നമ്മളെല്ലാവരും വളരെ ഭാഗ്യവാന്മാരാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ശ്ലോകമെങ്കിലും നമുക്ക് വായിക്കാൻ കിട്ടുക. അല്ലെന്നുണ്ടെങ്കിൽ ശ്രവണം കീർത്തനമാണല്ലോ മെയിനായിട്ടുള്ളത്. ശ്രവണം ചെയ്യുക എന്നുള്ളത് ഏറ്റവും വലിയ ഒരു ഭാഗ്യമാണ്. അതുകൊണ്ട് ഭഗവാന്റെ അനുഗ്രഹത്തോടുകൂടി നമുക്ക് തുടങ്ങാം. എല്ലാവരുടെയും കൈ ബുക്കൊക്കെ ഉണ്ടല്ലോ അല്ലേ? ബുക്കുണ്ടല്ലോ, പുസ്തകം ഇല്ലേ എല്ലാവരുടെയും കൈ നാരായണീയത്തിന്റെ? ഇല്ലാത്തവരെന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തുള്ളവരുടെ നോക്കുക. പിന്നെ അല്ലെങ്കിൽ നമുക്ക് ഗുരുവായൂർ കിട്ടും. അത് മാത്രമല്ല അവിടെ എല്ലാ ബുക്ക് സ്റ്റാളിലും കിട്ടും നാരായണീയം കേട്ടോ. ഗുരുവായൂർ ദേവസ്വത്തിന്റെ നാരായണീയ ബുക്കാണ് ഏറ്റവും നല്ലത്. അത് കിട്ടുവാണെങ്കിൽ അത്, അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ബുക്ക് വാങ്ങിക്കണം. നാരായണീയം പഠിക്കുമ്പോഴുണ്ടല്ലോ കട്ട സംസ്കൃതമാണ്. ഭയങ്കര പണ്ഡിതനായിരുന്നു ഭട്ടതിരിപ്പാട്. ആ ഭട്ടതിരിപ്പാടിന്റെ നാരായണീയം പഠിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഉണ്ടല്ലോ നമ്മുടെ മുജ്ജന്മ സുഹൃതമാ. ആ സുഹൃതം നമുക്ക് നല്ലതുപോലെ വിനിയോഗിക്കാം അല്ലേ? തുടങ്ങട്ടെ ഞാന്? നിങ്ങളുടെ പെർമിഷനോടുകൂടി, ഗുരുവായൂരപ്പന്റെ പെർമിഷനോടുകൂടി തുടങ്ങാം. എന്തേ, തുടങ്ങാമല്ലോ? ഹരേ കൃഷ്ണ. ദശകം 1 ഭഗവാന്റെ സ്വരൂപവും മഹാത്മ്യവും പറയുന്നത് കേട്ടോ. സാന്ദ്രാനന്ദാവബോധാത്മകമനുഗമിതം കാലദേശാവദീപ്യ നിർമുക്തം നിത്യമുക്തം നിഗമസദസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരൊരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത്പാതി സാക്ഷാൽ ഗുരുഭവനപുരേ ഹന്തഭാഗ്യം ജനാനാം സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവദിത്യ നിർമുക്തം നിത്യമുക്തം നിഗമസരസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരൊരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത്പാതി സാക്ഷാത് ഗുരുഭവനപുരേ
ഹന്തഭാഗ്യം ജനാനാ. ഒന്നുകൂടെ ഞാൻ വായിക്കാം. സാന്ദ്രാനന്ദാവബോധാത്മകം അനുപമിതം കാലദേശാവദിത്യ നിർമുക്തം നിത്യമുക്തം നിഗമ സഹസ്രേണ നിർവാസ്യമാനം അസ്പഷ്ടം ദുഷ്ടമാത്രേ പുനരൊരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് പാതി സാക്ഷാത് ഗുരുപവനപുരേ ഹന്തഭാഗ്യം ജനാന. നിങ്ങളൊന്ന് വായിച്ചു നോക്കിയ പോലെ എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ എന്നോടൊന്ന് ചോദിച്ചോളൂ. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യ നിർമുക്തം നിത്യമുക്തം നിഗമസദസഹസ്രേണ നിർവാസ്യമാനം അസ്പഷ്ടം ദിഷ്ടമാത്രേ പുനരൊരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് പാതി സാക്ഷാത് ഗുരുഭവനപുരേ ഹന്തഭാഗ്യം ജനാനാം. എങ്ങനെയുള്ള ഭഗവാനാ? ഗുരുവായൂരപ്പൻ എപ്പോഴും എന്താണ് തരുന്നത് നമുക്ക്? ആനന്ദം, പരമാനന്ദം, സച്ചിദാനന്ദ സ്വരൂപനാണ് ഗുരുവായൂരപ്പന്. എല്ലാവർക്കും ആനന്ദം കൊടുക്കുന്നതാണ് ഗുരുവായൂരപ്പൻ. എന്നിട്ടോ ജ്ഞാനം ഭഗവാനിലാണ്. എല്ലാ വേദങ്ങളെല്ലാം ഭഗവാനിൽ നിന്നല്ലേ വരുന്നത്. ആ കൃഷ്ണ ഭഗവാനിൽ നിന്നാണ് സകല കാര്യങ്ങളും വരുന്നത്. എന്നിട്ടോ ആ സ്വരൂപമോ ദൈവമേ കണ്ണിനാണെന്നുണ്ടെങ്കിൽ കർപ്പൂരമാണ്. കണ്ണിന് ഏറ്റവും പരമാനന്ദം നൽകുന്ന ആ രൂപമാണ്. ഇതിന് സദൃശമായിട്ട് മറ്റെന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഭഗവാനോട് ആര് പറഞ്ഞു കഴിഞ്ഞാലും, ദേവകിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ തപസ് ചെയ്യുന്ന സമയത്ത് ദേവകി ദേവിയില്ല ഭഗവാനോട് പറഞ്ഞു എനിക്ക് അങ്ങനെപ്പോലൊരു കുഞ്ഞു വേണമെന്ന് പറഞ്ഞു. പക്ഷെ എന്നെപ്പോൾ ആരുമില്ല, അതുകൊണ്ട് ഞാൻ തന്നെ വരാമെന്നും പറഞ്ഞ 3 ജന്മമാണെന്നുണ്ടെങ്കിൽ അവർക്ക് മകനായിട്ട് ജനിച്ചെന്നുള്ളതാ. എന്നെപ്പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭഗവാനെ പോലെ ആരുമില്ല. ഇതോ സാന്ദ്രാനന്ദാവ ബോധാത്മകമ അനുപമിത കാലദേശാവധികം. കാലത്തിന് പരിധിയുണ്ടോ? ഭഗവാനിൽ നിന്നാണ് കാലം വരുന്നത്, ദേശം വരുന്നത്. എന്നിട്ടോ നിർമുക്തമാ നിത്യമുക്തമാ, എന്നിട്ടോ അസ്പഷ്ടമാ. ഭഗവാനെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അത്രയും ഭക്തന്മാർക്ക് ഭഗവാൻ ദർശനം കൊടുത്തിട്ടുണ്ട്. അത് കോടികളിലും പതിനായിരക്കണക്കിന് കോടികളിൽ ഒരാൾക്കെങ്ങാണ് ഭഗവാന്റെ ആ ഒരു ദർശനം കിട്ടിയിട്ടുണ്ട്. അതേപോലെ ഭക്തന്മാരാണെങ്കിൽ അങ്ങനെയുള്ള ആ ഭഗവാന് അസ്പഷ്ടമാണ്. ദൃഷ്ടമാത്രേ അഥവാ കണ്ടു കഴിഞ്ഞാലോ പുരുഷാർത്ഥങ്ങളെല്ലാം നമുക്ക് സാധിച്ചു കിട്ടിയ ആ ബ്രഹ്മതത്വം, അങ്ങനെയുള്ള ആ ഗുരുവായൂരപ്പൻ എവിടെയാണ് നിൽക്കുന്നത്? അങ്ങനെയുള്ള ആ സാക്ഷാൽ കൃഷ്ണ ഭഗവാൻ എവിടെയാണുള്ളത്? ഗുരുഭവന പുരപതി, ഗുരുഭവനത്തില് എന്ന് പറഞ്ഞ ഗുരുവായൂര്. അങ്ങനെയുള്ള ആ ഭഗവാന് ഗുരുവായൂർ വിളങ്ങുന്നു. ആ വിളങ്ങുന്ന ആ ഭഗവാന് നമുക്കെല്ലാവരുടെയും ഭാഗ്യമാണ്. ഹന്തഭാഗ്യം ജനാനാം. ആ ഗുരുവായൂരപ്പനെ കാണാനുള്ള ആ ഒരു ഭാഗ്യവും ആ ഗുരുവായൂരപ്പനെ പ്രകീർത്തിക്കാനുള്ള ആ ഒരു ഭാഗ്യവും നമുക്ക് കിട്ടിയിരിക്കുന്നത് നമ്മുടെ മുജ്ജന്മ സുഹൃതമാണെന്നേ പറയാൻ പറ്റത്തുള്ളൂ. സാന്ദ്രാനന്ദാവബോധാത്മകമാ. ഭഗവാനോ ആനന്ദം തന്നുകൊണ്ടിരിക്കുന്നു. ജ്ഞാനമാണ് ഭഗവാന്. ഭഗവാന് സദൃശ്യമായിട്ട് മറ്റെന്തെങ്കിലും ഉണ്ടോ? ഇല്ല. കാലത്തിന്റെ അവധിയാണ്. കാലമുണ്ടോ ഭഗവാന്? ഇല്ല. എല്ലാം വരുന്നത് ഭഗവാനിൽ നിന്ന്, എല്ലാം അവസാനിക്കുന്നതും ഭഗവാനിൽ നിന്നാണ്. പിന്നെ അത് തിരിച്ചു തുടങ്ങുന്നതും ഭഗവാനിൽ നിന്നാണ്. ദേശമുണ്ടോ ഭഗവാൻ? ഒരു ചെറിയ കേരളത്തിൽ മാത്രമാണോ ഈ ഗുരുഭവനപരൻ വസിക്കുന്നത്? അല്ല. ഏത് ദേശത്ത് ചെന്ന് കഴിഞ്ഞാലും ഗുരുവായൂരപ്പൻ. വെളിയിലോ അല്ലെങ്കിൽ ഫോറിനിലോ ഏത് കൺട്രി ചെന്ന് കഴിഞ്ഞാലും അവരാദ്യം നാട്ടിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് ഭക്തരാണെങ്കിൽ എന്താ ചെയ്യുന്നത്? നേരെ ഗുരുവായൂരമ്പലത്തിൽ പോകും. ഗുരുവായൂരമ്പലത്തിൽ പോയിട്ട് ദർശനം എടുക്കും. ആ ഭഗവാന് കാലദേശം ഇല്ല. ആ ഒരു സ്റ്റേജ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഭഗവാൻ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. ആ ഉള്ളിലെ ഭഗവാനെ നമ്മള് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടി എന്താ ചെയ്യേണ്ടത്? നമ്മൾ തന്നെത്താനെ നാമജപങ്ങളും സത്സംഗങ്ങളും ഇതേപോലുള്ള ഭാഗവതം, ഭഗവത്ഗീത ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ട് നമ്മുടെ ആ ഉള്ളിലുള്ള ഭഗവാനെ നമ്മൾ വിളങ്ങിക്കണം. ആ ഒരു ഭഗവാൻ
എവിടെയാണുള്ളത്? നമുക്ക് വേണ്ടിയിട്ട് ഗുരുവായൂരിൽ വന്നിരിക്കുന്നു ഭഗവാനെ. അങ്ങനെയുള്ള ഗുരുഭവനപുരേ ഭഗവാന്റെ എന്താ ഹന്തഭാഗ്യം ജനാനാം. ആ ഭഗവാന്റെ ആ ഒരു പ്രത്യക്ഷതല് നമ്മുടെ എല്ലാവരുടെയും ഭാഗ്യമാണ്. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവദിവ്യ നിർമുക്തം നിത്യമുക്തം നിഗമസദസഹസ്രേണ നിർഭാസ്യമാന അസ്പഷ്ടം ദിഷ്ടമാത്രേ പുനരൊരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവദ്വാദി സാക്ഷാത് ഗുരുഭവനപുരേ. എന്താണ് നമ്മുടെ എല്ലാം ഹന്തഭാഗ്യം ജനാന, ജനങ്ങളുടെ ഭാഗ്യമാണ്. അങ്ങനെയുള്ള ആ ഗുരുവായൂരപ്പൻ നമുക്ക് പ്രത്യക്ഷനായിട്ട് ഗുരുഭവനപുരത്തില് വസിക്കുന്നു, വിളങ്ങുന്നു. അത് നമ്മുടെ ഒരു ഭാഗ്യമാണ്. മാതാജിമാരെ എങ്ങനെയാ, മനസ്സിലായോ? എനിക്ക് മുന്നോട്ട് പോകാമോ? തീർച്ചയായിട്ടും മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ആ, നല്ലോണം മനസ്സിലാവുന്നുണ്ടല്ലോ. വായിക്കാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ടല്ലോ അല്ലേ? എവിടെയായാലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ, ചോദിക്കാതിരിക്കരുത്. ഹരേ കൃഷ്ണ. ഇനി ഞാൻ രണ്ടാമത്തെ ശ്ലോകത്തിലോട്ട് പോകട്ടെ, പോകാമോ? ഏവം ദുർലഭ്യവസ്തുന്നപി സുലഭതയാ സ്ഥലത്തേതന്യത് തന്യാവാജാദിജാവാ ഭജതി വരജനാ ശുദ്രദൈവാ സ്ഫുടേയ ഏതേ താവദ്വയം ദൂ സ്ഥിരതര മനസാ വിശ്വപീഡാവഹത്യേ നിശേഷാത്മാനമേനം ഗുരുഭവനപുരാധീശമേവാശ്രയാമാ. ഏവം ദുർലഭ്യവസ്തുന്നപി സുലഭതയാ സ്വാസ്ഫലപ്തേ യദന്യത് തന്യാവാജാദിയാ വാ ഭജതി വരജനാ ശുദ്രദൈവാ സ്ഫുടേയ ഏതേ താവദ്വയം ദൂ സ്ഥിരതര മനസാ വിശ്വപീഡാവഹത്യേ നിശേഷാത്മാനമേനം ഗുരുഭവനപുരാധീശമേവാശ്രയാമാ. ഏവം ദുർലഭ്യവസ്തുന്നപി സുലഭതയാ ഹസ്തലപ്തേ യദന്യത് തന്യാവാജാദിയാ വാ ഭജതി വരജനാ ശുദ്രദൈവാ സ്ഫുടേയം ഏതേ താവദ്വയം ദൂ സ്ഥിരതര മനസാ വിശ്വപീഡാവഹത്യേ നിശേഷാത്മാനമേനം ഗുരുഭവനപുരാധീശമേവാശ്രയാമാ. ഏവം ദുർലഭ്യ വസ്തുന്നപി സുലഭതയാ ഹസ്തലപ്തേ യദന്യത് തന്യാ വാചാ ദിയാ വാ ഭജതി ബദ ജന ശുദ്രദൈവ സ്ഫുടേയം ഏതേ താവദ്വയന്തു സ്ഥിരതര മനസാ വിശ്വപീഡാവഹത്യേ നിശേഷാത്മാനമേനം ഗുരുഭവനപുരാധീശ ഏവാശ്രയാമ്യം. ഗുരുഭവനപുരാധീശ ഏവാശ്രയാം. ഒന്ന് വായിച്ചു നോക്കിയേ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളണേ. ഇതും ഭഗവാന്റെ സ്വരൂപ ആകാരമല്ലേ വർണ്ണിക്കുന്ന മാതാജി? ആന്നു. ആദ്യത്തെ സ്വരൂപവും മഹിമയാണ്, മഹത്വമാണ് വർണ്ണിക്കുന്നത്. ഇത് നമ്മൾ വായിച്ചു നോക്കിയിട്ട് എവിടെങ്കിലും ഏതെങ്കിലും ഒരു വേർഡിന് ഡൗട്ട് ഉണ്ടെങ്കിലേ ചോദിക്കാം. നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണം കേട്ടോ, എനിക്ക് എന്നാലും ഒരു ഇൻസ്പിറേഷൻ വരൂ കേട്ടോ. അർത്ഥം പറയാം, ആദ്യം വായിച്ചു നോക്കിന്, എന്നിട്ടാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വേർഡ് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാനാ പറയുന്നത്. അർത്ഥം പറയാം, തീർച്ചയായിട്ടും പറയാം. ഹസ്തലബ്ധേ ദയ അന്യത് എന്നാണോ? ഹസ്തലബ്ധേ ഏതന്യത്. ആ, ഏതന്യത്. നമ്മളിപ്പോ നാരായണനെ അങ്ങോട്ട് വായിക്കാൻ മുന്നോട്ട് പോകുമ്പോഴുണ്ടല്ലോ, ഇതെല്ലാം അങ്ങ് സ്പീഡിൽ പോകും കേട്ടോ.
പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഓരോരുത്തർക്ക് ഇതേപോലെ വായിക്കുന്ന സമയത്തുണ്ടല്ലോ, അതൊക്കെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ആകുമ്പോൾ കുഴപ്പമില്ല, അതങ്ങ് ആയിക്കോളും. ഒരു പേടിയും വെക്കണ്ട കേട്ടോ. ഗുരുവായൂരപ്പൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിലുണ്ടല്ലോ, നിമിഷാർത്ഥം കൊണ്ട് നമുക്ക് ഇതെല്ലാം ഹൃദയസ്ഥമാവും എന്നുള്ളതാ കേട്ടോ. ഞാനിനി പറയാൻ തുടങ്ങട്ടെ. ഏവം ദുർലഭ്യ വസ്തുനവി. ഈ വസ്തുവാണെങ്കിൽ സുലഭമായിട്ട് കിട്ടുന്നതാണോ? ഗുരുവായൂരപ്പനെ നമുക്ക് സുലഭമായിട്ട് കിട്ടുമോ? ഇല്ല. എന്നിട്ട് എന്നാലോ ദുർലഭ്യമ, എന്നാലും സുലഭതയാ. മനസ്സിലായോ? കിട്ടാൻ ബുദ്ധിമുട്ടാ. പക്ഷെ ഭക്തന്മാർക്കോ ഭഗവാൻ നോക്ക് കുറൂരമ്മയുടെ കൂടില്ലായിരുന്നോ? മനസ്സിലായി പറഞ്ഞത്? കുറൂരമ്മയുടെ മകനായിട്ട് കൃഷ്ണ ഒന്ന് ആലോചിച്ച് നോക്കുമല്ലോ. അതേപോലെ നമ്മളും അതേപോലെ ഭക്തരാണെങ്കിലുണ്ടല്ലോ, ഭക്തരുടെ സേവ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഭക്തരുടെ സേവ ചെയ്യണം നമ്മള്. ആ ഭക്തരുടെ സേവ ചെയ്യുവാണെങ്കിലുണ്ടല്ലോ, ആ ഗുരുവായൂരപ്പനെ എങ്ങനെയാ സുലഭതയാ, സുലഭമായിട്ട് നമുക്ക് കിട്ടും. ദുർലഭ്യമാ, പക്ഷെ സുലഭമായിട്ട് നമുക്ക് കിട്ടും. ഹസ്തലബ്ധേ ഏതന്യത്. നമ്മുടെ കൈവെള്ളയില് കൊണ്ടു നടക്കാൻ ഭഗവാന്. വടക്കോട്ടൊക്കെ ഉണ്ടല്ലോ, ഈ കുട്ടികൾക്ക് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ശ്യാമസുന്ദരൻ ഒരു കുഞ്ഞു വാവയുണ്ട് കേട്ടോ, ലഡുഗോപാൽ എന്നാ പറയുന്നത്. ആ ലഡുഗോപാലിനെ അവര് ശ്രീധനായിട്ട് കൊടുക്കുന്നതെന്നുള്ളത് അതൊന്ന് ആലോചിച്ച് നോക്കുമല്ലോ. അവരുടെ ആ ജീവിതത്തിന്റെ ആ പരമാനന്ദം അവർക്ക് കൊടുക്കും. അവർക്ക് വേറെ ഒന്നുമല്ല, സ്വർണ്ണമല്ല, പൈസയല്ല, ഒന്നുമല്ല. പക്ഷെ കൊടുക്കുന്നത് ആരെയാ? ലഡുഗോപാലിനെ. ആ ലഡുഗോപാലിനെ കെട്ടിക്കഴിഞ്ഞ പിന്നെ എല്ലാം ആയില്ലേ അവർക്ക്. മനസ്സിലായോ പറഞ്ഞത്? ഹസ്തലബ്ധേ യഥന്യത്. ദുർലഭമാ, പക്ഷെ സുലഭമായിട്ട് നമുക്ക് കിട്ടുന്നു. എന്നിട്ടോ നമ്മുടെ ഉള്ളം കയ്യാള് നമുക്ക് കിട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്കും ഭക്തന്മാരാണെങ്കിലുണ്ടല്ലോ, നമ്മളെല്ലാരും ആ ആനന്ദത്തിലല്ലേ ജീവിക്കുന്നത്. അല്ലെങ്കിൽ ഈ 6 മണി സമയത്ത് വേറെ കോമൺ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലുണ്ടല്ലോ, ഭൗതികം മെറ്റീരിയലിസ്റ്റിക് ആണെങ്കിൽ എന്താ ചെയ്യുന്നത്? രാവിലെ എഴുന്നേറ്റില്ല, 7 മണിക്ക് എഴുന്നേറ്റിട്ട് പിന്നെ അവരെന്താ ആദ്യം ചെയ്യുന്നത്? ബെഡ് കോഫിയാ കുടിക്കുന്നത്. അതേസമയം നിങ്ങളൊക്കെ നോക്കി 4 മണിക്ക് എഴുന്നേറ്റ് ചാൻഡിങ് ചെയ്തു, അങ്ങനെ ഓരോ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് വരുന്നു. ഭഗവാന്റെ അത്രയും അനുഗ്രഹം ഉണ്ടായിട്ടാണ് നമുക്ക് ഇതെല്ലാം പറ്റുന്നത്. അതുകൊണ്ടുണ്ടല്ലോ നിങ്ങളുടെ എല്ലാവരുടെയും ഹസ്തലബ്ധേ അരണ്യത. ഭഗവാൻ ആരുടെ? നിങ്ങളുടെ എല്ലാം ഉള്ളം കയ്യിലുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് സുലഭമായിട്ട് കൈ കിട്ടിയിരിക്കുന്നു. ഈ ആളുകളുണ്ടല്ലോ വേറെ ഓരോന്നിനെ ഭരിച്ചു കഴിഞ്ഞാൽ ആശ്രയിക്കുന്നു. അവരുടെ എന്താ സ്പഷ്ടമായിട്ടുള്ള കൊള്ളരുതായ്മയാന്നാ പറയുന്നത്. കന്യാവാച ദിയാവ പരതിരത ജന ശുദ്രദൈവ സ്ഫുടയം. ശുദ്രദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പഷ്ടമായിട്ടുള്ള കൊള്ളരുതായ്മയാണെന്ന മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് പറയുന്നത്. എന്നിട്ടോ ഈ നാമമോ, ഗുരുവായൂരപ്പന്റെ നാമമോ സമസ്ത പീഡകളുടെ അറുതി വരുത്തുന്നതാ. എല്ലാ പീഡകളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജന്മമൃത്യു ജരാവ്യാധിയിൽ നിന്ന് ഭഗവാന്റെ ഈ നാമം നമ്മളെ രക്ഷിച്ചുകൊണ്ട് പോകും. എന്നിട്ടോ അങ്ങനെയുള്ള ഗുരുവായൂരപ്പനെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ആശ്രയിക്കണം. ധീരമേവാശ്രയാമ. അങ്ങനെയുള്ള ആ ഗുരുവായൂരപ്പനെ നമ്മൾ എന്ത് ചെയ്യണം? ആശ്രയിക്കണം. ദുർലഭ്യമ, സുലഭമാണ്. പക്ഷെ നമ്മുടെ ഉള്ളം കയ്യാല് ഹസ്തലബ്ധേ ധന്യത. നമ്മുടെ കയ്യിൽ എപ്പോഴും ഭഗവാൻ ഉണ്ടാകും. എന്നിട്ടോ ഇങ്ങനെയുള്ള ഭഗവാന് ഗുരുഭവനപുരത്തിൽ വസിക്കുന്നു. പക്ഷെ മാലോകരെന്താ ചെയ്യുന്നേ? കന്യാവാച ദിയാവ ഭജതിവരജന ശുദ്രദൈവ സ്ഫുടേയം. ഈ ഭഗവാനെ കാണുന്നില്ല. അവരെന്താ ചെയ്യുന്നത്? വേറെ ഓരോരുത്തരെ ആശ്രയിക്കുന്നു, ഓരോ കാര്യം. അങ്ങനെയുള്ള ആശ്രയിക്കുന്നത് എന്താ പടതിരിപ്പാട് പറയുന്നത്? ശുദ്രദൈവ സ്ഫുടയം. സ്പഷ്ടമായിട്ട് പറയുക, ഇത് വേണ്ടാത്ത കൊള്ളരായ്മയെ ചെയ്യുന്നതെന്ന് കേട്ടോ. എന്നിട്ടോ എല്ലാവരുടെ സമസ്ത പീഡകളുടെ അർദ്ധിയാണ് ഭഗവാന്. അങ്ങനെയുള്ള ആ ഭഗവാനെ നമ്മള് സർവാത്മാവായിട്ടുള്ള ഗുരുവായൂരപ്പനെ നമ്മള് എപ്പോഴും ആശ്രയിക്കണം. ഒരുവിധം മനസ്സിലായോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കൃഷ്ണ മാതാജി. മനസ്സിലായി മാതാജി. ഹരേ കൃഷ്ണ. മനസ്സിലായോ? ഹരേ കൃഷ്ണ. മനസ്സിലായി മാതാജി. നിങ്ങളെ ഏതെങ്കിലും വേർഡ് ഉണ്ടല്ലോ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ചോദിക്കാതിരിക്കരുത്, ഞാനത് ക്ലിയർ ചെയ്ത് തരാം. ഏവം ദുർലഭ്യവസ്തുന്യപി സുലഭതയാ ഹസ്തലബ്ധേയതന്യത് തന്യോ വാചാദിയാവാ ഭജതിവദജനാ ശുദ്രദൈവ സ്ഫുടേയാ. ഹേരേ താവദ്വയം ദൂ സ്ഥിരതര മനസാ വിച്യപീഡാവഹത്യേ നിശേഷാത്മാനമീനം ഗുരുഭുവന പുരാരീക്ഷമേവാശ്രയാമ. നമുക്കിനി മുന്നോട്ട് പോകാമോ?
ഹരേ കൃഷ്ണ. പോകാം മാതാജി, ധൈര്യമായിട്ട് പോകാലോ. പോകാം മാതാജി. പോകാം മാതാജി. ഹരേ കൃഷ്ണ. നിങ്ങളുടെ അനുഗ്രഹമാണ് എനിക്ക് വേണ്ടത് കേട്ടോ. ഹരേ നിങ്ങളുടെ കൃഷ്ണ. ആശീർവാദം എനിക്ക് വേണ്ടത്. ഓക്കെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സത്യം യത്ത് പര്യാഭ്യ അപരികലനതോ നിർമ്മലം തേന താവത് ഭൂതേ ഭൂതേന്ദ്രിയസ്തേ വിഗുഷാ ശ്രൂയതേ വ്യാസവാക്യം. സത്യം യത്തത് പര്യാഭ്യ അപരികലനതോ നിർമ്മലം തേന താവത് ഭൂതേ ഭൂതേന്ദ്രിയസ്തേ വിഗുഷാ ശ്രൂയതേ വ്യാസവാക്യം. വ്യാസവാക്യം. തൽസ്വച്ഛതാത് യദച്ഛാദിതപരസുഖാതിർഗർഭനിർഭാസരൂപം തസ്മിൻ ധന്യാരമന്തേ ശ്രുതിമതിമധുരേ സുഗ്രഹേ വിഗ്രഹേതേ. തൽസ്വച്ഛതാത് യദച്ഛാദിത പരസുഖ ചിദ്ഗർഭ നിർഭാസരൂപം തസ്മിൻ ധന്യാരമന്തേ ശ്രുതിമതിമധുരേ സുഗ്രഹേ വിഗ്രഹേതേ. സത്യം യത്തത് പര്യാഭ്യ അപരികലനതോ നിർമ്മലം തേന താവത് ഭൂതേ ഭൂതേന്ദ്രിയസ്തേ വിഗുഷാ ശ്രൂയതേ വ്യാസവാക്യം. തൽസ്വച്ഛാദിതപരസുഖത്തിർഗർഭനിർഭാസരൂപം തസ്മിൻ ധന്യാരമന്തേ ശ്രുതിമതിമധുരേ സുഗ്രഹേ വിഗ്രഹേതേ. തൽസ്വച്ഛത്താൽ യദച്ഛാദിത പരസുഖ ചിദ്ഗർഭ നിർഭാസരൂപം തസ്മിൻ ധന്യാ രമന്തേ ശ്രുതിമതിമധുരേ സുഗ്രഹേ വിഗ്രഹേതേ. സത്യം യത്തത് പര്യാഭ്യ അപരികലനതോ നിർമ്മലം തേന താവത് ഭൂതേർ ഭൂതേന്ദ്രിയസ്തേ ബഹുരുതിബഹുശാ ശ്രൂയതേ വ്യാസവാക്യം. ഭൂതേർ ഭൂതേന്ദ്രിയസ്തേ ബഹുരുതിബഹുശാ ശ്രൂയതേ വ്യാസവാക്യം. തൽസ്വച്ഛത്താത് യദ് ആച്ഛാദിത. അന്നേരം വായിക്കുമ്പോൾ ഉടനെ ഉണ്ടല്ലോ ആങ് സൈലന്റിൽ പോവും. തൽസ്വച്ഛത്താത് യദ് ആച്ഛാദിത പരസുഖ ചിദ്ഗർഭ നിർഭാസരൂപം തസ്മിൻ ധന്യ രമന്തേ ശ്രുതിമതിമധുരേ സുഗ്രഹേ വിഗ്രഹേതേ. ഒരുവിധം ഒരു ഐഡിയ കിട്ടിയോ? ഒന്ന് വായിച്ചു നോക്കി പോലും. വായിച്ചോ? സെക്കൻഡും തേർഡ് ലൈനും ഒന്നുകൂടെ വായിക്കണം. സെക്കൻഡും തേർഡ് ലൈനും. ഓക്കെ ഓക്കെ ഓക്കെ. ഭൂതേർ ഭൂതേന്ദ്രിയസ്തേ ബഹുരുതിബഹുശാ ശ്രൂയതേ വ്യാസവാക്യം. ഭൂതേർ ഭൂതേന്ദ്രിയസ്തേ ഭൂതേന്ദ്രിയസ്തേ ബഹുരുതിബഹുശാ ശ്രൂയതേ വ്യാസവാക്യം. തൽസ്വച്ഛത്താത് യദച്ഛാദിത പരസുഖ ചിദ്ഗർഭ നിർഭാസരൂപം തൽസ്വച്ഛത്താത് യദച്ഛാദിത പരസുഖ ചിദ്ഗർഭ നിർഭാസരൂപം ഭൂതേർ ഭൂതേന്ദ്രിയസ്തേ ബഹുരുതിബഹുശാ ശ്രൂയതേ വ്യാസവാക്യം. തൽസ്വച്ഛത്താത് യദച്ഛാദിത പരസുഖ ചിദ്ഗർഭ നിർഭാസരൂപം തസ്മിൻ ധന്യാ രമന്തേ ശ്രുതിമതിമധുരേ സുഗ്രഹേ വിഗ്രഹേതേ. സത്യം യത്തത് പര്യാഭ്യ അപരികലനതോ നിർമ്മലം തേന താവത് ഭൂതേ ഭൂതേന്ദ്രിയസ്തേ ബഹുരുതിബഹുശാ ശ്രൂയതേ വ്യാസവാക്യം. തൽസ്വച്ഛത്താ യദച്ഛാദിത പരസുഖ ചിദ്ഗർഭ നിർഭാസരൂപം തസ്മിൻ ധന്യാ രമന്തേ ശ്രുതിമതിമധുരേ സുഗ്രഹേ വിഗ്രഹേതേ. ചിലതൊക്കെ ഉണ്ടല്ലോ നമ്മൾ പുസ്തകത്തിൽ എഴുതിക്കൂടാന്നാ പറയുന്നത്. പക്ഷെ എന്ത് ചെയ്യും, നമ്മളെപ്പോഴും മനുഷ്യരല്ലേ, കലിയുഗത്തിലെ മനുഷ്യര്. അവർക്ക് എന്താ ഉള്ളത്? മന്ദബുദ്ധി, മന്ദഭാഗ്യം, മന്ദ ഓർമ്മയെല്ലാം മന്ദമാ. അതുകൊണ്ടുണ്ടല്ലോ നമ്മൾ പിന്നെ അങ്ങ് മറന്നു പോകും. അതുകൊണ്ട് നിങ്ങളെ അതിനകത്തൊന്ന് എഴുതി വെച്ചോളിനെ. സദ്ദ യദ്ദത പര്യാഭ്യ, അവിടെ മാ വരുന്നുണ്ടല്ലോ, അപരികലനതോ മായ ആയിട്ട് വരും, ഓർത്തിരുന്നോണ്. നിർമ്മലം തേന താപത്. പിന്നെയോ ഭൂതേർ ഭൂതേന്ദ്രിയസ്തേ ബഹുരുതി ബഹുശ, അവിടെ ഒന്നുമില്ല.
ശ്രൂയതേ വ്യാസവാക്കം. പിന്നെ ഇവിടെ തൾ സ്വച്ഛത്താത് യഥ യഥ ആച്ഛാദിതാന്ന് വരുന്ന ആയാണെങ്കിൽ വായിക്കുമ്പോൾ സൈലന്റിൽ അങ്ങ് പോവും. തൽസ്വച്ഛതായത ആച്ഛാദിത പരസുഖ ചിത്ഗർഭ നിർഭാസരൂപം തസ്മിന്ദന്യാരമന്തേ ശ്രുതിമതി മധുരേ സുഗ്രഹേ വിഗ്രഹേതേ. മാതാജിമാരെ എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടിയോ? ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഇതെന്തുവാണ് ഭയങ്കര പദവരിപ്പാടം എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ സംസ്കൃതത്തിന്റെ അഗ്രഗണ്യനായിരുന്നു. അതുകൊണ്ടുണ്ടല്ലോ ഭയങ്കര കട്ടി സംസ്കൃതമാണ്. പക്ഷെ നമുക്കൊക്കെ ഉണ്ടല്ലോ ഭഗവാന്റെ ആ ഒരു അനുഗ്രഹം ഉണ്ടായതുകൊണ്ടുണ്ടല്ലോ നമ്മൾ പെട്ടെന്ന് പിക്കപ്പ് ആവും. ഇത് ആദ്യത്തെ ക്ലാസ് അല്ലേ, അതുകൊണ്ടുണ്ടല്ലോ ഒരു ടെൻഷനും വെക്കണ്ട കേട്ടോ. പിന്നെ നിങ്ങൾ തന്നെ അങ്ങ് മാസ്റ്റർ ആവും കേട്ടോ. അങ്ങനെ ഒരു 10 തവണ 100 തവണ വായിക്കുമ്പോൾ ശരിയായിക്കോളൂ. ഓക്കെ, ഹരേ കൃഷ്ണ. ഞാനിനി പറഞ്ഞോട്ടെ ഇനി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പറഞ്ഞ മാതാജി. മുന്നോട്ട് പോകാമോ? മുന്നോട്ട് പോകാമോ? മാതാജി. ഓക്കെ. സത്യം യത് ഭഗവാനോ സത്വഗുണത്തിലും ഉപരിയാ. നമുക്ക് തന്നെ 3 ഗുണമുണ്ട്, അറിയാലോ. 3 ഗുണം: തമോ ഗുണം, രജോ ഗുണം, സത്വഗുണം. ഈ ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ഭഗവാനെ പ്രാപിക്കണമെങ്കിൽ തന്നെ അറ്റ്ലീസ്റ്റ് നമ്മൾ സത്വഗുണത്തിനും ഉപരിയായിട്ട് വരണം. കുറഞ്ഞ പക്ഷം നമുക്ക് സത്വഗുണത്തിലെങ്കിലും വരണം. അതിനു വേണ്ടിയിട്ടാ ഇസ്കോൺകാരാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുന്നത്? ആഹാരത്തിലെല്ലാം നിയന്ത്രണം വെച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നാവിന്റെ നിയന്ത്രണം ആദ്യം ഉണ്ടെങ്കിലേ നമുക്ക് ആ സത്വഗുണത്തിലോട്ട് വരാൻ പറ്റത്തുള്ളൂ. അതിനാണ് ആഹാരം. പിന്നെ നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാലും ആദ്യം ഭഗവാൻ നേരിക്കുന്നു. ഭഗവാൻ സ്വയം പറഞ്ഞിട്ടുണ്ട്. എന്ത് പറഞ്ഞിട്ടുണ്ട്? ഭഗവത്ഗീത പറയുന്നുണ്ട്, അർജുന, നീ കർമ്മം ചെയ്യേ, നിന്റെ കർമ്മത്തിന്റെ ഫലം നീ ആഗ്രഹിക്കരുത് എന്ന് പറയുന്നത് പോലെ നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാലും ആദ്യം ഭഗവാന്. മനസ്സിലായോ? ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ആ ഭഗവാൻ സമർപ്പിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, അതിൽ വരുന്ന ഏത് ബാഡ് കർമാസ് ആയാലും ഗുഡ് കർമാസ് ആയാലും എല്ലാം ഭഗവാൻ. പിന്നെ നമ്മളെ ഭഗവാൻ ഏറ്റെടുത്തു. പിന്നെ നമ്മൾ എന്തിനാ വിഷമിക്കുന്നേ? മനസ്സിലായോ? ഭഗവാൻ ഏറ്റെടുത്താൽ പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് ആ ഭഗവാനിലേക്ക് നമ്മൾ കംപ്ലീറ്റ് സറണ്ടർ ആവണം. നമ്മുടെ ഒന്നും കൊണ്ടും അല്ല നമ്മൾ ഈ ജീവിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉള്ളിലുണ്ടല്ലോ, ഭഗവത്ഗീത പറയുന്നുണ്ട്, എങ്ങനെയാ, ഒരു മുടി നാരിഴ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ 10,000 പാർട്ടാക്കി കഴിഞ്ഞാൽ എത്ര എന്താ ഈവൻ മൈക്രോസ്കോപ്പ് കൊണ്ടുപോലും കാണാൻ പറ്റാത്തതായിട്ടുള്ള അത്രയ്ക്കും അതിസൂക്ഷ്മമായിട്ടുള്ള ആ ഒരു ശക്തി നമ്മുടെ ഉള്ളിൽ ഉണ്ടായോണ്ടാണ് നമ്മൾ നടക്കുന്നത്, ഇരിക്കുന്നത്, നമ്മുടെ എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നത്. പക്ഷെ ആ ശക്തി ആരും അറിയുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കുമല്ലോ. ആ ശക്തി പോയി കഴിഞ്ഞാൽ നിങ്ങൾ എന്തായി? നിങ്ങളുടെ കൈയുണ്ട്, കാലുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ നമ്മൾ എന്താ അവിടെ ശവമായിട്ടാ കിടക്കുന്നേ. പിന്നെ പറയുന്നുണ്ടോ, അയ്യോ ശവം കൊണ്ടുവന്നോ, ശവം അടക്കിയോ, അങ്ങനെയൊക്കെയോ ചോദിക്കുന്നത്. പേര് പോലും പറയില്ല. ആ ഒരു നിമിഷം വരെ ഉണ്ടല്ലോ, നമ്മുടെ അച്ഛനായിരിക്കും കൊല്ലുന്നുണ്ടെങ്കിൽ ഏറ്റവും ബന്ധപ്പെട്ട ആൾക്കാരായിരിക്കും. പക്ഷേ ആ ശക്തി പോയി കഴിഞ്ഞു കഴിഞ്ഞാല് എന്താ വരുന്നത്? നമ്മൾ ശവമായി. ഒന്ന് ആലോചിച്ച് നോക്ക്. നമുക്ക് ഇന്ന് വരെ ആൾക്കാരുണ്ടായിരുന്നു, അവരുണ്ട്, ഇവരുണ്ട്, എല്ലാവരും ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മൾ വളരെ കാര്യമായിട്ട് എല്ലാരും നോക്കിക്കണ്ട് എല്ലാം ഇരുന്നു. പക്ഷെ ആ ആത്മാവ്, ആ പരമാത്മാ സ്വരൂപനായിട്ടുള്ള ആ ഭഗവാന്റെ ആ ഒരു കണിക പോയി കഴിഞ്ഞപ്പോ എന്തായി? നമ്മള് ശവമായി കഴിഞ്ഞു. അതുകൊണ്ട് എന്താ നമ്മൾ ആലോചിക്കണം. ഇതൊക്കെ ആലോചിക്കാൻ വേണ്ടിയിട്ട് തന്നെയാ ഭഗവാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നത്. നമുക്ക് ആലോചന ഉണ്ട്, അറിയാം. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും അതിരാവിലെയൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അന്നേരം ഭഗവാനിൽ നിന്നിട്ട് അന്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഭഗവാൻ സത്വഗുണത്തിന് ഉപരിയാണ്. പിന്നെ എല്ലാം ഭഗവാനിൽ നിന്നാണ് വരുന്നത്. ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രളയം വരുന്ന സമയത്ത് എല്ലാ ഭഗവാനില് അടങ്ങും. എന്നിട്ടോ ഭഗവാന്റെ മായാദേവിയെ ഇതാവും. എന്നിട്ട് ആ ഒരു ഈശ്വരം കൊണ്ടാ പിന്നെ എല്ലാം തിരിച്ചു വരുന്നത്. അന്നേരം ഭഗവാനിൽ നിന്നിട്ടല്ലേ എല്ലാം വരുന്നത്. സത്വം എത്ര പര്യാപ്യ അവരികളനതോ, ഭഗവാനിൽ നിന്ന് വേറിട്ടതായിട്ട് ഒന്നുമില്ല. മനസ്സിലായി പറഞ്ഞത്? നിർമ്മലം തേനതാവത്, ശുദ്ധമായിട്ടുള്ള സത്വഗുണമുണ്ടോ? അതുകൊണ്ട് തന്നെ എന്താകുന്നു? ഭൂതങ്ങളെ കൊണ്ടും ഇന്ദ്രിയങ്ങളെ കൊണ്ടുമാകുന്നു ശരീരം. മനസ്സിലായോ? നമ്മുടെ ഇന്ദ്രിയങ്ങള് അതെല്ലാം അറിയാമല്ലോ. ഒരുപാട് നാരായണത്തിൽ ഒരുപാട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ഭഗവത്ഗീതയിൽ ഇതെല്ലാം ഉണ്ട്. നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. അതുകൊണ്ട് നമുക്ക് പോർഷൻ മുന്നോട്ട് പോകാനുള്ള ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് കൂടുതൽ ഞാൻ അങ്ങോട്ട് പറയാത്തത്. പറയാതിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ടാ.
ഭഗവാന്റെ ശരീരമോ? ശരീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ ശരീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഭഗവാൻ ശരീരം, ഭഗവാൻ നമ്മളെയൊക്കെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് ശരീരം, ഭഗവാനാണ് ഇതെല്ലാം. പിന്നെ എന്തിനു ശരീരം? ഭഗവാനെ കൊണ്ട് എല്ലാ ശരീരമുണ്ട്. മനസ്സിലായി പറഞ്ഞത്? ഭഗവാൻ എന്താ? ഭഗവാൻ ശ്രീകൃഷ്ണനായിട്ട് മായാവിലാസങ്ങളെ കൊണ്ട് എത്രയോ ആൾക്കാരെ ഭ്രമിപ്പിച്ചു ഭഗവാന്. മനസ്സിലായോ? എത്രയോ ലീലയാടി ഭഗവാന്. എന്നിട്ട് ആർക്കെങ്കിലും അറിയായിരുന്നു? വളരെ അപൂർവമായിട്ടുള്ള ആൾക്കാര്. ദുര്യോധനെ പോലുള്ളവർ എന്താ പറഞ്ഞത്? വെറുതെയാണെന്നുണ്ടെന്നുണ്ടെങ്കിലുണ്ടല്ലോ അവൻ മായാവിയാ. അവൻ മായ കാണിക്കുമെന്നാ പറഞ്ഞത്. വിശ്വരൂപം കാണിച്ചിട്ട് പോലും ദുര്യോധനാദികൾക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്കോ ആ രൂപം കാണാൻ പറ്റിയില്ല. ഒന്ന് ആലോചിച്ചു പോലും പറയുന്നത്. അന്നേരം അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരിക്കലും ഭഗവാനെ കാണാൻ പറ്റില്ല. അതോ ആ ശരീരമോ എങ്ങനെയാ? നൈർമല്യമായിട്ട് എല്ലായിടത്തും പ്രകാശമായിട്ട് എല്ലാവരുടെയും ഉള്ളിൽ വിളങ്ങുന്നു. അതോണം കേൾപ്പാനും സ്മരിക്കാനും രസം തോന്നും. ഭഗവാന്റെ ബാല്യലീലകളൊക്കെ ഉണ്ടല്ലോ. നമ്മളങ്ങോട്ട് പിന്നെ ആണെന്നുണ്ടെങ്കിൽ ഉരുളി കയറിയിട്ടാണെന്നുണ്ടെങ്കിൽ വെണ്ണ കവരുന്നതും പിന്നെ ഉരുളി തൂങ്ങിക്കിടക്കുന്നതും അതൊക്കെ അങ്ങോട്ട് എന്താ മനസ്സിനെന്തൊരു ആനന്ദം വരുന്നത്. ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ എന്തെല്ലാം ചെയ്തു കഴിഞ്ഞാലും എന്താ അന്നേരം ചിലപ്പോ ഒരു സുഖം കിട്ടും, പിന്നെയോ അത് ദുഃഖമായിട്ട് മാറും. പക്ഷെ ഭഗവാന്റെ ആ കാര്യങ്ങളിൽ നമ്മൾ മുഴുകുവാണെങ്കിലുണ്ടല്ലോ എപ്പോഴും പരമാനന്ദത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റും. എന്നിട്ടോ ഇതെല്ലാം കേൾക്കാനും സ്മരിക്കാനും ഒക്കെ ഉണ്ടല്ലോ. അങ്ങനെയുള്ള ആൾക്കാരെന്താണ്? എത്രയോ പുണ്യം ചെയ്ത ആൾക്കാരാണ്, എത്രയോ സുഹൃതികളാണ്. ഹിമാലയത്തിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെ അവിടെ വിളക്കുമില്ല, ഫോട്ടോയും ഇല്ല, ഒന്നുമില്ല. പക്ഷേ ഉണ്ടല്ലോ അവരുടെ ആ മുഖത്തെ ഐശ്വര്യം, ഒരു ഭഗവാനിലാണ് എപ്പോഴും ലയിച്ചിരിക്കുന്നത്. ആ ഭഗവാന്റെ ആ ശക്തിയിലാണ് എപ്പോഴും അവരിങ്ങനെ ലയിച്ചിരിക്കുന്നത്. ആ ഭഗവാന്റെ ആ നാമങ്ങളില്, ആ ഭഗവാന്റെ ആ കീർത്തനങ്ങളില് ലയിച്ചിരിക്കുന്നു. നമ്മുടെ ആചാരങ്ങളല്ല നമുക്ക് വേണ്ടുന്നത്, പക്ഷെ നമ്മുടെ ശുദ്ധമായിട്ടുള്ള ആ ഭഗവാന്റെ ആ രൂപത്തില് നമ്മുടെ ഉള്ളിൽ കാണണം. നമ്മുടെ ഉള്ളിൽ കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിലെപ്പോഴും രമിക്കണം. അങ്ങനെ രമിക്കാൻ പറ്റുന്ന ആ സ്വരൂപമാണ് എൻ്റെ ശ്രീകൃഷ്ണ ഭഗവാന്, എൻ്റെ ഗുരുവായൂരപ്പൻ. അങ്ങനെയുള്ള ആ ഗുരുവായൂരപ്പനെ ഞാൻ എപ്പോഴും വന്ദിക്കുന്നു. അങ്ങനെയുള്ള ആ ഗുരുവായൂരപ്പനെ ഞാനാണെന്നുണ്ടെങ്കിൽ എപ്പോഴും സ്മരിക്കുന്നു. ഭഗവാന്റെ ഉണ്ടല്ലോ നമ്മള് ദശമസ്കന്ധത്തിൽ ബാലലീലകളുണ്ട്. ആ ബാലലീലകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങളാ കാട്ടിക്കൂട്ടി. ദൈവം ഈ ഒരു സാധാരണ കുഞ്ഞു പോലും കാട്ടാത്ത കാര്യങ്ങളായിരുന്നു. എത്ര പേരെ ഭ്രമിപ്പിച്ചു. ബ്രഹ്മാവിനെ ഭ്രമിപ്പിച്ചു, വേണ്ട ദുർവാസാവിനെ പോലും ഭ്രമിപ്പിച്ചു എന്നുള്ളതാ ബാലലീല ഭഗവാന്. ഇപ്പൊ നമ്മളായി കഴിഞ്ഞാലും ഭഗവാന്റെ ആ ബാലലീലകളൊക്കെ നോക്കുമ്പോഴുണ്ടല്ലോ കണ്ണീർ കൂടി ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടേയിരിക്കും. അത്ര ആനന്ദ വെള്ളം. മനസ്സിലായി പറഞ്ഞത്? അല്ലാതല്ല, ദുഃഖത്തിന്റെ അല്ല, ആനന്ദം, പരമാനന്ദം. ആ പരമാനന്ദം തരുന്ന ആ ഭഗവാൻ എവിടെയാ രമിക്കുന്നത്? ഗുരുവായൂരിലെ ഗുരുഭവനപുരത്തില് വസിക്കുന്നു. മഹാരാജിമാരെ, ഞാനിനി മുന്നോട്ട് പോവാമോ? എന്തെങ്കിലും മനസ്സിലായോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. മുന്നോട്ട് പോകാമോ? മാതാജി. എന്റെ ഒരു ടാർഗറ്റ് എങ്ങനെയാണ്? ഒരു 5 ശ്ലോകം എങ്കിലും ഒരു ദിവസം എടുക്കണം. എന്നെങ്കിലേ നമുക്ക് മുന്നോട്ട് 10 ശ്ലോകം ഒരു ദശകത്തില് അത് കൂടുതലുള്ളതും ഉണ്ട്. ഞാൻ മുന്നോട്ട് പോകട്ടെ? ഹരേ കൃഷ്ണ. നിഷ്കമ്പേ. ഹരേ കൃഷ്ണ. നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദ പീയൂഷരൂപേ നിർലീനാനേകമുക്താ ബലിസുഭഗതമേ നിർമ്മലാ ബ്രഹ്മസിന്ധോ. നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദ പീയൂഷരൂപേ നിർലീനാനേകമുക്താ ബലിസുഭഗതമേ നിർമ്മലാ ബ്രഹ്മസിന്ധോ. കല്ലോലോ ഉല്ലാസതുല്യം ഹലു വിമലതരം സത്യമാഹൂസ്തദാത്മ കസ്മാനോ നിഷ്കളസ്തം സകളൈരിവജ ത്വത്കലാസേവഭൂമൻ. നിഷ്കമ്പേ നിത്യപൂർണേ
നിരവധി പരമാനന്ദ പീയൂഷരൂപേ നിർലീനാൻ ഏക മുക്താബലി സുഭഗതമേ നിർമ്മല ബ്രഹ്മസിന്ധോ കല്ലോലോ ഉല്ലാസതുല്യം കാലു വിമലതരം സത്വമാഹൂതദാത്മാ കസ്മാനോ നിഷ്കലസ്തം സകലൈരിവജ ത്വത്കലാസേര്യഭൂമൻ നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദ പീയൂഷരൂപേ നിർലീനാ ഏക മുക്താബലി സുഭഗതമേ നിർമ്മല ബ്രഹ്മസിന്ധു കല്ലോലോ ഉല്ലാസതുല്യം ഹലു വിമലതരം സത്വമാഹു തദാത്മാ കസ്മാനോ നിഷ്കലസ്തം സകല ഇതി വജ ത്വത് കല സേവ ഭൂമി ഒന്ന് വായിച്ചു നോക്കിയ പോലെ എവിടെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണേ. ഹരേ കൃഷ്ണ. മുന്നോട്ട് പോവാമോ? വായിച്ചോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി, ഹരേ കൃഷ്ണ. എവിടെങ്കിലും സംശയം ഉണ്ടോ? ഇല്ല മാതാജി, കഴിഞ്ഞു, കിട്ടി, ശരിയായി. മുന്നോട്ട് പോട്ടെ. നിഷ്കമ്പേ ഭഗവാനോ അനക്കൊണ്ടോ? നമ്മളെ കാണിക്കുന്നു ഇതേപോലെ ഒരു വിഗ്രഹത്തിലോ അല്ലെന്നുണ്ടെ ഒരു ഫോട്ടോയിലോ ഇങ്ങനെ എന്താ നിഷ്കമ്പനായിട്ട് അങ്ങ് ഇരിക്കുക. പക്ഷേ ഈ ലോകം മൊത്തം നിയന്ത്രിക്കുന്ന ആരാ? ബ്രഹ്മാണ്ടങ്ങൾ എങ്ങനെയാ നിയന്ത്രിക്കുന്നത്? ഭഗവാനിലല്ലേ ബ്രഹ്മാണ്ടങ്ങൾ വരുന്നു. ഭഗവാന്റെ ശ്വാസോച്ഛ്വാസത്തില് ഇൻഹേൽ ചെയ്യുന്ന സമയത്ത്, അകത്തോട്ടെടുക്കുന്ന സമയത്ത് ബ്രഹ്മാണ്ടങ്ങളെല്ലാം ഭഗവാനിൽ വരുന്നു. പുറകെ വരുന്ന സമയത്തോ ബ്രഹ്മാണ്ടങ്ങളെല്ലാം സൃഷ്ടിക്കപ്പെടുന്നു. ഓരോ നിമിഷം എത്ര ബ്രഹ്മാണ്ടങ്ങളാ വന്നുകൊണ്ടിരിക്കുന്നതെന്ന് അറിയാമോ? എന്നാലോ ഭഗവാൻ കാണിക്കുന്ന എന്താ? നിഷ്കമ്പേ, കമ്പ് പോലെ അനക്കില്ലാതെ ഇരിക്കുക. എന്നിട്ടോ നിത്യപൂർണേ, എല്ലായിടത്തും നിറഞ്ഞിരിക്കുക. മനസ്സിലായോ പറഞ്ഞേ? നിഷ്കമ്പനാണ്, പക്ഷെ നിത്യപൂർണനാണ്. എന്നിട്ടോ നിരവധി പരമാനന്ദ പീയൂഷരൂപേ, എല്ലാവർക്കും പരമാനന്ദം കൊടുക്കുന്ന ആ അമൃത സത്താണ് ഭഗവാൻ. മനസ്സിലായോ? നിഷ്കമ്പനാണ്, നിത്യപൂർണനാണ്, എന്നാലോ എല്ലാവർക്കും പരമാനന്ദമാകുന്ന അമൃത പാനം ചെയ്യാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഇങ്ങനെ. ആ ഭഗവാന്റെ ഒരു രൂപം നോക്കൂ. 125 വയസ്സായി ഭഗവാൻ ഈ ഭൂമിയിൽ ലീലകളാടി. പക്ഷെ എവിടെങ്കിലും ഭഗവാൻ ഒരു താടിയോ മുടിയോ അല്ലെങ്കിൽ ഒരു നരച്ച മുടിയോ അല്ലെന്നുണ്ടെങ്കിൽ കാണാൻ പറ്റുമോ? ഇല്ല. നിത്യ യൗവനമായിരുന്നു ഭഗവാൻ. മനസ്സിലായോ പറഞ്ഞേ? മനുഷ്യലീല ആടിയടക്കം പോലും അങ്ങനെയാ കാണിച്ചത്. പിന്നെ പറയാനുണ്ടോ? നിർലീനാനേകമുക്താബലി സുഭഗതമേ നിർമ്മല ബ്രഹ്മസിന്ധോ. ഭഗവാനോ സമുദ്രത്തിലെ തിര പോലെയാ. സമുദ്രത്തിലെ തിര എങ്ങനെയാ? വന്നുകൊണ്ടേയിരിക്കും, പൊക്കൊണ്ടേയിരിക്കും. അത് അതിൻ്റെതായിട്ടുള്ള ജോലികൾ ചെയ്തുകൊണ്ടേയിരിക്കും. തിരകൾ എപ്പോഴെങ്കിലും അധികം അടങ്ങുന്നുണ്ടോ? വല്ലപ്പോഴും കുറച്ച് വരും. പക്ഷേ ആ തിരക്ക് എപ്പോഴെങ്കിലും ഒരു അവസാനമുണ്ടോ? ഇല്ല. ഭഗവാൻ അതേപോലെയാണ്. എല്ലാവർക്കും പരമാനന്ദാന് കൊടുത്തോണ്ടിരിക്കുക. ഭഗവാൻ ആരെ ദുഃഖിപ്പിക്കണമെന്നില്ല കേട്ടോ. ഭഗവാൻ പറഞ്ഞ എന്റെ കുഞ്ഞുങ്ങളോ അവര് എന്റെ അടുത്ത് നിന്ന് വന്നവരാ. അതിന് വേണ്ടിയിട്ടാ ഭഗവാൻ എന്താ പറയുന്നേ? തിരിച്ച് എന്റെ അടുത്തേട്ട് തന്നെ വരൂ. പക്ഷെ നിങ്ങൾ എന്തൊക്കെയോ കർമ്മങ്ങൾ ചെയ്തിട്ട് ആ കർമ്മത്തിന്റെ ആ ചക്രയിൽ കിടന്ന് നിങ്ങൾ ഇങ്ങനെ കറങ്ങുക. പക്ഷെ ആ കർമ്മങ്ങളുടെ എല്ലാം പൂർത്തീകരണം ചെയ്തിട്ട് നിങ്ങൾ തിരിച്ച് എന്റെ അടുത്ത് തന്നെ വരൂ. അതിനാ ഭഗവാൻ നമുക്ക് എന്ത് ചെയ്യുന്നിരിക്കുന്നത്? ഇതേപോലുള്ള കാര്യങ്ങളെല്ലാം ഭഗവാനെ പറ്റി അറിയാം. ഭഗവാനെ പറ്റി അറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവമേ, സമുദ്രത്തിലെ ഒരു കുമ്പിള് വെള്ളം എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടാവുമോ? ഇല്ല. അതേപോലെയാ. എന്നാലും ഭഗവാനുണ്ടല്ലോ, എന്റെ മക്കളെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ കാത്തിരിക്കുവോ. വരൂ, തിരിച്ചു വരൂ എന്റെ അടുത്ത്. നിങ്ങളുടെ കർമ്മക്കെട്ടെല്ലാം അഴിക്കൂ, കർമ്മക്കെട്ടെല്ലാം തീർക്കൂ. എന്നിട്ട് എന്റെ അടുത്ത് വരൂ. ഓരോ നാമങ്ങളും ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഈ ഓരോ നാമങ്ങളും ചെല്ലുമ്പോഴും ഉണ്ടല്ലോ നമ്മുടെ കർമ്മക്കെട്ടുകൾ ഇങ്ങനെ അഴിഞ്ഞുകൊണ്ടേയിരിക്കും. ഇതിപ്പം കേൾക്കുന്ന ഭഗവാന്റെ കാര്യങ്ങൾ കേൾക്കുമ്പോഴും അതേപോലെയാ. നമ്മുടെ കർമ്മക്കെട്ടുകൾ അഴിഞ്ഞുകൊണ്ടേയിരിക്കുക. അതിനെന്താ നമ്മൾ ചെയ്യേണ്ടത്? ഭഗവാനെ നമ്മള്
നമ്മൾ യാതൊരു കാപ്പട്യവും ഇല്ലാതെ മലവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ നമ്മൾ എല്ലാവരും അമ്പലത്തിൽ പോകുന്നു. അമ്പലത്തിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്? നേരെ നമുക്ക് പറയാൻ പറ്റുന്നതേ ഉള്ളൂ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നാട്ടുവർത്താനങ്ങളാ കൂടുതലും. പിന്നെ അതേപോലെ എന്താ ഒരു മീറ്റിംഗ് പ്ലേസ് ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അമ്പലം. അവിടെ വരുമ്പോഴാണ് ആൾക്കാരെ കാണുന്നതും നമ്മൾ നാട്ടിലെ ആൾക്കാരെല്ലാരും വരുന്നതും കാണുന്നതും ഓർമ്മ പുതുക്കുന്നതും അങ്ങനെയൊക്കെയുള്ള ഒരു മീറ്റിംഗ് പ്ലേസ് ആയിട്ടാ കൂടുതലും അമ്പലം. ഒന്ന് തൊഴുന്നു കാര്യം. എന്നാ 5 മിനിറ്റ് അവിടെ ഇരുന്നിട്ട് എന്നാ ഭഗവാന്റെ ആ നാമങ്ങൾ എന്ന് ജപിച്ചിട്ട് ആ അമ്പലത്തിൽ നിന്ന് പോകാൻ ആരും തയ്യാറാവില്ല. ഉടനെ ഓടും. എന്തോ വീട്ടിൽ വെച്ചിരിക്കുവാന്ന് പറഞ്ഞിട്ട്. ഭഗവാനെ നമ്മളില്ലെന്നുണ്ടെങ്കിലും ഉണ്ടല്ലോ വീട് വളരെ നല്ലതായിട്ട് പോകും, സന്തോഷമായിട്ട് പോകും. പക്ഷെ നമ്മുടെ വിചാരം അങ്ങനെയല്ല. നമ്മൾ എന്താ ചെയ്യുന്നേ? നമ്മൾ മുഖാന്തരമായി അതെല്ലാം നടക്കുന്നു കേട്ടോ. എന്റെ കൊച്ചുമക്കൾക്ക് സ്കൂളിൽ പോകണോ, അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ജോലിക്ക് പോകണോ, അല്ലെങ്കിൽ അവന് ജോലിക്ക് പോകണോ, അങ്ങനെ പറഞ്ഞിട്ട് അമ്പലത്തിൽ പോയി ഒന്ന് തൊഴുതു എന്നിട്ട് തിരിച്ചു വന്നു എന്നുള്ളതാണ്. എന്നിട്ട് ഇരുന്നിട്ട് ഒരു 5 മിനിറ്റ് ഇരുന്നിട്ട് സ്വസ്ഥമായിട്ട് അവിടെ ഇരുന്ന് രാമജീവിക്കില്ല. എന്നാൽ തന്നെ ഭഗവാൻ പറയുന്നുണ്ടാ, അത്രയെങ്കിലും നീ ചെയ്യുന്നുണ്ടല്ലോ, അത് മതി എനിക്ക്. നീ കുറേശ്ശെ കുറേശ്ശെ ചെയ്ത് നീ മുന്നോട്ട് വന്നോളും. അങ്ങനെ തന്നെയാണ് പറയുന്നത്. എന്നിട്ടോ എല്ലായിടത്തും വിളങ്ങുന്നതായിട്ടുള്ള ആ ഭഗവാനെ എന്താ അങ്ങക്ക് ഞാൻ നമസ്കരിക്കുന്നു. അങ്ങയെ ഞാൻ എപ്പോഴും എൻ്റെ ഹൃദയത്തിൽ കൊണ്ടു നടക്കാനുള്ള അനുഗ്രഹം വരണേ ഭഗവാനെ എന്നുള്ള ആ ഒരു പ്രാർത്ഥന നമുക്കും വേണം. നിഷ്കമ്പന, നിത്യപൂർണന, എല്ലാവർക്കും പരമാനന്ദം കൊടുക്കുന്നവന, നിരവധി പരമാനന്ദ പീയൂഷരൂപന, നിർലീനാനേകമുക്താവലി സുഖതമേ, അങ്ങനെയുള്ള നിർമ്മല ബ്രഹ്മസിന്ധു ഭഗവാനോ എല്ലാത്തിന്റെ ബ്രഹ്മങ്ങൾ നിർമ്മലനായിട്ടുള്ള ആ ഭഗവാനാണ്. എന്നിട്ടോ കല്ലോലോ ലാസതുല്യം കലവിമലതരം സത്യമാഹൂ തഥാത്മ, എല്ലാവരുടെയും ഉള്ളിൽ വിളങ്ങുന്നതായിട്ടുള്ള ആ ഭഗവാനോ നിഷ്കളങ്കനാണ്. അങ്ങനെ കലാസേവഭൂമനാണ്. എല്ലാ കലകളെയും വിഷയമാക്കിക്കൊണ്ട് സകലൻ എന്ന ചൊല്ല് പറഞ്ഞിരിക്കുന്നത്. ഹരേ കൃഷ്ണ. എന്താ ഒരു ഐഡിയ കിട്ടിയോ? ഹരേ കൃഷ്ണ. കിട്ടി. ഹരേ കൃഷ്ണ. മുന്നോട്ട് പോട്ടെ. നമുക്ക് ഒരു ശ്ലോകം കൂടി തീർക്കാം. 5 തീർക്കാം. എന്താ അല്ലേ? നിർവ്യാപാരോ വിനിഷ്കാരണമജപദസേ ക്രിയാമീശനാഖ്യ തേനേ ബോധേദിലീന പ്രകൃതിരസതിക കൽപ്പാദികാലേ തസ്യാ സംശുദ്ധ അംശം കാമവിതമതിരോധായകം സത്യരൂപം സത്യം ധൃത്യാ ദദാസി സോമഹിമവിവാഗുണ്ടവൈകുണ്ഠരൂപം നിർവാവ്യാരോപി നിഷ്കാരണമജപദസി ക്രിയാമീശനാഖ്യ തേനേ ഭൂദേദിലീന പ്രകൃതിരസക കൽപ്പാദികാലേ പ്രകൃതിരസതി കൽപ്പാദികാലേ തസ്യാ സംശുദ്ധ അംശം കാമവിതമതിരോധായകം സത്യരൂപം സത്യം ധൃത്യാ ദദാസി സ്വമഹിമവിവാഗുണ്ടവൈകുണ്ഠരൂപം നിർവാവ്യാരോപി നിഷ്കാരണമജപദസേ ക്രിയാമീശനാഖ്യ തേനൈവോ വ്യതിലീന പ്രകൃതിരസതി കൽപ്പാദികാലേ തസ്യാ സംയുക്ത അംശം കാമവിതമതിരോധായകം സത്യരൂപം സത്യം ധൃത്യാ ദദാസി സ്വമഹിമവിവാഗുണ്ടവൈകുണ്ഠരൂപം. ഒന്ന് വായിച്ചു നോക്കിനെ, എവിടെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറയാം. നിർവ്യാപാരോപി നിഷ്കാരണ അജപദസേ യക്രിയ ഈശനാക്യം തേനേവോ വേദി ലീന പ്രകൃതിരസിത കൽപ്പാദികാലേ രസതി കൽപ്പാദികാലേ തസ്യാ സംശുദ്ധ അംശം കമവി രോധായകം സത്യരൂപം സത്വം ധൃത്യാ ദദാസി സ്വമഹിമ വിഭവാ വൈകുണ്ഠ രൂപം. ഒന്ന് വായിച്ചു നോക്കിനെ, എവിടെങ്കിലും സംശയം ഉണ്ട് ചോദിച്ചോളൂ. നാദാജിമാരെ എവിടെയെങ്കിലും സംശയം ഉണ്ടോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. എവിടെയെങ്കിലും സംശയം ഉണ്ടോ? അതിരോധായകം സത്വരൂപം മാതാജി, അതൊന്ന് സത്യരൂപം. അതന്നെ.
ഉം. സത്വം ധൃത്വാ ദാദശി സ്വമഹിമ വിഭാവഗുണ്ട ഉം. വൈകുണ്ഠ രൂപം. ഹരേ കൃഷ്ണ. ദുർഗാവുണ്ട വൈകുണ്ഠ രൂപം. ഹരേ കറക്റ്റ്. കൃഷ്ണ ഹരേ കൃഷ്ണ. നമുക്ക് പഠിക്കാൻ പറ്റും കേട്ടോ, കുഴപ്പമില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കുണ്ടല്ലോ ഭഗവാൻ തന്നെ, നമുക്ക് 5 വയസ്സുള്ള ധ്രുവനുണ്ടല്ലോ, ഭഗവാൻ എന്താ ചെയ്തത്? ഭഗവാന്റെ ആ ശംഖു കൊണ്ടുണ്ടല്ലോ കവിളിൽ നിന്ന് തലോടുന്ന സമയത്തുണ്ടല്ലോ ആ ധ്രുവസ്തുതി ഒന്ന് ആലോചിച്ച് നോക്കുമല്ലോ. എന്താ ഒരു 5 വയസ്സുള്ള ഒരു കുഞ്ഞു പറയുന്നതാണോ? അതുകൊണ്ടുണ്ടല്ലോ ഭഗവാന്റെ ആ ഒരു കൃപാകടാക്ഷം നമ്മളിൽ എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരു ടെൻഷനും എടുക്കണ്ട കേട്ടോ, നല്ലോണം നമുക്ക് വായിക്കാനും പറ്റും. നമ്മൾ ഇതിനകത്തങ്ങ് മുഴുവൻ നാരായണീയത്തിൽ അതേപോലെ ഭഗവാൻ നമ്മളെ അനുഗ്രഹിച്ചിട്ടുണ്ട്. ഓക്കെ, ഹരേ കൃഷ്ണ. പറയട്ടെ ഇനി ഞാന്. നിർവ്യാപാരോ വിനിഷ്കാരണമജപജസ്തി. അതോ അജനാണ് ഭഗവാൻ. ആരാ? അജന, ചലിക്കുന്നില്ല. പക്ഷെ എല്ലാ ചരങ്ങളുടെയും അചരങ്ങളുടെയും എല്ലാത്തിന്റെയും ഉപരി ആരാണ്? ഭഗവാനാണ്. പക്ഷെ അതിനെ പോലെ ഭഗവാൻ ഇരിക്കുന്നു. എന്നിട്ടോ ഈശ്വരം കൊണ്ട്, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, പ്രളയം വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് ഭഗവാനിൽ തന്നെയാണ് എല്ലാം അടങ്ങുന്നത്. ആ ഭഗവാന് ഒരു ഈശ്വരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൽപ്പാതി കാലം കഴിയുന്ന സമയത്തുണ്ടല്ലോ, ആ ഒരു പ്രകൃതി സൃഷ്ടിക്കണം എന്നുള്ള ആ ഒരു ഇത് വരുന്ന സമയത്ത് എന്ത് ചെയ്യും? ഭഗവാന് ഒന്ന് നോക്കുമ്പോൾ ഭഗവാനിൽ അടങ്ങിയിട്ടുള്ളതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വരികയാണെന്നുള്ളതാ. ഇതെല്ലാം പട്ടതിരിപ്പാടിന്റെ ആ ഇതിന് നോക്കിക്കൊണ്ട് എന്താ ഒരു ഇതാണെന്ന് നോക്കിക്കൂടും. എന്നിട്ട് ആ കൽപ്പം കഴിയുന്ന സമയത്ത് എന്ത് ചെയ്യും? എല്ലാ മായ വന്നിട്ട് ഭഗവാനെ ഒന്ന് ഉണർത്തി കഴിയുന്ന സമയത്ത് പിന്നെയും സൃഷ്ടി അതേപോലെ തുടങ്ങുവാണ്. മനസ്സിലായി പറഞ്ഞത്? ആ സൃഷ്ടി തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതേപോലുള്ള ഓരോ കൽപ്പാതി ഓരോരോ ബ്രഹ്മാവിന്റെ ഓരോ ആയുസുണ്ടല്ലോ, ആ ആയുസൊക്കെ കഴിയുന്ന സമയത്താണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെയും പ്രളയം വരുന്നു, എല്ലാം ഭഗവാനി വരുന്നു, മായ വന്നിട്ട് ഈശ്വരൻ കൊണ്ട് ഭഗവാൻ എല്ലാത്തിനെയും പുനഃസൃഷ്ടിക്കുന്നു. അങ്ങനെയുള്ള ആ വൈകുണ്ഠ രൂപം എവിടാ വിളങ്ങുന്നത്? ഗുരുപവനപുരത്തില്. മനസ്സിലായി പറഞ്ഞത്? നിർവ്യാപാരോപി നിഷ്കാരണ അജപജസേ ക്രിയാ ഈശനാക്യം. അങ്ങയുടെ ഒരു ഈശ്വരം കൊണ്ട്, അങ്ങയുടെ ഒരു നോട്ടം കൊണ്ട് എല്ലാം പഴയത് എങ്ങനെയായിരുന്നു അതേപോലെ തന്നെ വരുന്നു. തേനവോ ദിലീന പ്രകൃതിരസതയെ കൽപ്പാവി കാലി തസ്യാ സംയുക്ത അംശം കമവി തവതി രോധായകം സത്യരൂപം സത്യം ധൃത്ത ദദാസി സോമഹിമ വിഭവ വൈകുണ്ഠ രൂപം. ആ വൈകുണ്ഠ രൂപത്തിനെ ഞാൻ എന്റെ ഗുരുഭവന പുരാധീശ, ഞാൻ അങ്ങയെ നമസ്കരിക്കുന്നു എന്നാണ് പട്ടതിരിപ്പാട് പറയുന്നത്. എന്റെ ഒരു ഉണ്ണിക്കണ്ണ ഇവിടെ ഇരിക്കൊണ്ട് ഞങ്ങൾ നിങ്ങളെ ഒന്ന് കാണിക്കാൻ കേട്ടാ. ഒരുങ്ങിക്കെട്ടി ഇവിടെ ഇരിക്കുക എന്റെ ഉണ്ണിക്കണ്ണൻ നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട്. കണ്ടില്ല.